ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് വിരാട് കോഹ്ലി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണെന്നുള്ളത്. കാര്യം ശനിയാഴ്ച ബാർബഡോസിൽ നടന്ന T20 ലോകകപ്പ് 2024 ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 76 റൺസ് എടുത്ത മുൻ ഇന്ത്യൻ നായകൻ കോഹ്ലി ICC ടൂർണമെൻറ്റ് ഫൈനലുകളിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായി മാറി. 8 ഇന്നിങ്സുകളിൽ നിന്ന് ഏകദേശം 410 റൺസ് നേടിയാണ് ഈ റെക്കോർഡ് ഇട്ടത്. 7 ഇന്നിങ്സുകളിൽ നിന്ന് 320 റൺസ് നേടിയ കുമാർ സംഗക്കാരയാണ് അടുത്ത മികച്ച സ്കോറർ. അടുത്തതായി ICC ടൂർണമെൻറ്റുകളുടെ ഫൈനലുകളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1 വിരാട് കോഹ്ലി തന്നെയാണ്. 410 റൺസ് 8 ഇന്നിങ്സുകളിൽ നിന്നായിട്ട്. രണ്ടാം സ്ഥാനത്തുള്ളത് ശ്രീലങ്കയുടെ കുമാർ സംഗക്കാര, 320 റൺസ് 7 ഇന്നിങ്സുകളിൽ നിന്നായിട്ട്. മൂന്നാമതായിട്ടുള്ളത് ഓസ്ട്രേലിയയുടെ ട്രാവിസ് ഹെഡാണ്, 318 റൺസ് 3 ഇന്നിങ്സുകളിൽ നിന്നും. നാലാം സ്ഥാനത്തുള്ളത് ശ്രീലങ്കയുടെ മഹേല ജയവർദ്ധന, 270 റൺസ് 7 ഇന്നിങ്സുകളിൽ നിന്നായിട്ട്. അഞ്ചാം സ്ഥാനത്തുള്ളതും ഓസ്ട്രേലിയയുടെ ആഡം ഗിൽക്രിസ്റ്റ്, 262 റൺസ് 4 ഇന്നിങ്സുകളിൽ നിന്നായിട്ട്. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള T20 ലോകകപ്പ് 2024 ഫൈനലിൽ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ICC ഫൈനലിലെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്ന താരങ്ങളെന്ന റെക്കോർഡും സ്വന്തമാക്കി. മുൻ ഇന്ത്യൻ താരം യുവരാജ് സിംഗിൻ്റെ 7 മത്സരങ്ങളുടെ റെക്കോർഡാണ് ഇരുവരും മറികടന്നത്. ഇരുവരുടെയും 8ാമത്തെ ICC ഫൈനൽ മത്സരമാണിത്. IPL 2024 ഏറ്റവും കൂടുതൽ റൺസ് സ്കോററായി T20 ലോകകപ്പിൽ പ്രവേശിച്ച വിരാട് കോഹ്ലിക്ക് നിരാശാജനകമായ ഒരു ടൂർണമെൻ്റായിരുന്നു. 6 ഇന്നിങ്സുകളിൽ നിന്ന് 11 ശരാശരിയിൽ 66 റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആയതിനാൽ തന്നെ ടീം ഇന്ത്യയ്ക്കും കാണികൾക്കും ക്യാപ്റ്റനും കോച്ചിനും എല്ലാവർക്കും വിശ്വാസമുള്ള ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശക്തമായ തിരിച്ചുവരവ്. അതിന് T20 ഫൈനൽ സാക്ഷിയായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു നിമിഷത്തിൽ വിക്കറ്റ് തുരുതുരെ നഷ്ടമായ വേളയിൽ വളരെ പേഷ്യൻറ്റോടു കൂടി ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു അദ്ദേഹത്തിന്. റൺസ് സ്കോർ ചെയ്യേണ്ട നിമിഷം അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രകടമായത് എല്ലാവരും കണ്ടതാണ്. അനായാസമായി ബിഗ് ഷോട്ടുകൾ എപ്പോൾ വേണമെങ്കിലും പുറത്തെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. 2014 T20 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലും കോഹ്ലി തൻ്റെ മാസ്റ്റർ ക്ലാസ് പുറത്തെടുത്തിരുന്നു. ഡെയ്ൻ സ്റ്റെയിനിനെ പോലുള്ള പ്രഗത്ഭരായ ബൗളർമാരെ അനായാസമായാണ് കോഹ്ലി എന്ന് നേരിട്ടത്. അതുപോലെ തന്നെ നിർണായക മത്സരമായ 2024 T20 ഫൈനലിലും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മിന്നുന്ന പ്രകടനം ഫോമിലല്ലാതിരുന്നിട്ടും ടീമിനു വേണ്ടി നിർണായക നിമിഷം അദ്ദേഹം പുറത്തെടുത്തു. ഇന്ത്യൻ മുൻ താരം മുഹമ്മദ് കൈഫ് പറഞ്ഞതും ഇങ്ങനെ തന്നെയായിരുന്നു. അതായത് 2011 ലോകകപ്പ് ഫൈനലിൽ MS ധോണി ഇന്ത്യയെ വിജയത്തിൽ എത്തിച്ചതുപോലെ കോഹ്ലിക്കും ഇതുപോലെ ചെയ്യാൻ കഴിയുമെന്നാണ് കൈഫ് പറഞ്ഞത്. തൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞത്. അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെ മറ്റൊരു പ്രത്യേകതയാണ് മികച്ച ഫിറ്റ്നസ്. ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീമിലെ ഫിറ്റ്നസ് ഫ്രീക്ക് ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അതും വിരാട് കോഹ്ലിയാണ്. അദ്ദേഹം തൻ്റെ ഫിറ്റ്നസ് രഹസ്യങ്ങളും ഡയറ്റ് പ്ലാനുകളും ഒരു ഇൻസ്റ്റാഗ്രാം അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ദിവസവും വർക്കൗട്ട് ചെയ്യുകയും കൃത്യമായ ഡയറ്റ് പിന്തുടരുകയും ചെയ്യുമെന്ന് കോഹ്ലി പറഞ്ഞിരുന്നു. ധാരാളം പച്ചക്കറികൾ, മുട്ട, 2 കപ്പ് കാപ്പി, പരിപ്പ്, കിനോവ, ചീര, ദോശ തുടങ്ങിയവയെല്ലാം കോഹ്ലിയുടെ ഡയറ്റിലുണ്ട്. അതുകൂടാതെ തന്നെ ആൽമണ്ട്, നട്ട്സ്, പ്രോട്ടീൻ ബാറുകൾ, പഴങ്ങൾ എന്നിവയും കോഹ്ലി തൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ലളിതമായ പാചകം ചെയ്ത ഇന്ത്യൻ ഭക്ഷണമാണ് കോഹ്ലിക്ക് കൂടുതൽ ഇഷ്ടം. ജങ്ക് ഫുഡുകൾ പൂർണ്ണമായും ഒഴിവാക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സും അതുപോലെ തന്നെ എനർജി ലെവലും ഷോട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള സാങ്കേതിക മികവും എല്ലാം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായ ഒരു മികച്ച ക്രിക്കറ്റർ പ്ലെയർ ആക്കുന്നു. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പല റെക്കോർഡുകളും അദ്ദേഹം തകർത്ത് സ്വന്തം പേരിലാക്കി കഴിഞ്ഞു. കൂടാതെ ഈ മത്സരം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ T20 വേൾഡ് കപ്പ് ആയിരിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ലോകമെമ്പാടുമുള്ള നിരവധി ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ച വ്യക്തിയാണ് വിരാട് കോഹ്ലി. അദ്ദേഹം 1988 നവംബർ 5 ഡൽഹിയിലാണ് ജനിച്ചത്. ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റുകളിലും ഒരുപോലത്തെ ഫോമിൽ മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാനുള്ള കഴിവും പകരം വയ്ക്കാനില്ലാത്ത ഒന്ന് തന്നെയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 29 സെഞ്ചുറികൾ ഉൾപ്പെടെ 52ലധികം ശരാശരിയിൽ 8848ലധികം റൺസ് നേടിയിട്ടുണ്ട്. ഏത് തരം പിച്ചിലും ഫാസ്റ്റ് ബൗളർമാരെയും സ്പിൻ ബൗളർമാരെയും ഒരുപോലെ നേരിടാനുള്ള കഴിവ് അസാമാന്യം തന്നെയാണ്. മറ്റു മികച്ച കളിക്കാർക്ക് ഫൈനൽ മത്സരങ്ങളിൽ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ കോഹ്ലിയെ വ്യത്യസ്തനാക്കുന്നത് ഇവിടെയാണ്. കാരണം പ്രധാനപ്പെട്ട മാച്ചായ ഫൈനലിൽ യാതൊരു ടെൻഷനുമില്ലാതെ കൂളായിട്ട് മികച്ച രീതിയിൽ കളിച്ച് ടീമിനെ വിജയിപ്പിക്കാനുള്ള കഴിവ് മറ്റാർക്കുമില്ലാത്ത ഒന്ന് തന്നെയാണ്.
2023 ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ നടന്ന മത്സരത്തിൽ കോഹ്ലി ഒരു ചരിത്രം സൃഷ്ടിച്ചിരുന്നു. ചരിത്രത്തിൽ 50 ഏകദിന സെഞ്ചുറികൾ തികയ്ക്കുന്ന ആദ്യത്തെ ബാറ്ററായി. സച്ചിൻ്റെ 49 ഏകദിന സെഞ്ചുറി എന്ന റെക്കോർഡാണ് തകർത്തത്. ഏകദേശം 80-ലധികം സെഞ്ചുറി നേടിയിട്ടുണ്ട് എല്ലാ ഫോർമാറ്റുകളിൽ നിന്നുമായിട്ട്. ഇനി നമുക്ക് ടീം ഇന്ത്യയുടെ T20 2024 ഫൈനൽ മാച്ചിലെ ഹൈലൈറ്റ്സ് എന്ന് നോക്കാം. ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ 7 റൺസിനാണ് തോൽപ്പിച്ചത്. കളിയുടെ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ കളിച്ചു വന്ന രോഹിതിന് നഷ്ടമായതിനു ശേഷം തുടരെ വന്ന പന്തിനെയും നഷ്ടമായതോടെ മികച്ച രീതിയിൽ കളിച്ചു വന്ന കോഹ്ലി വിക്കറ്റ് നഷ്ടമാകുന്നത് കണ്ടപ്പോൾ ബിഗ് ഷോട്ടുകൾ കളിക്കാതെ അപ്പോഴത്തെ സാഹചര്യം ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് സ്കോർ ഒട്ടും താഴാതെ തന്നെ റൺ റേറ്റ് നിലനിർത്തി ഇന്ത്യയെ ഒരു മാന്യമായ സ്കോറിൽ എത്തിച്ചിരുന്നു. അക്സർ പട്ടേലും മികച്ച പിന്തുണയാണ് അദ്ദേഹത്തിന് നൽകിയത്. എന്നാൽ ഈ വിജയം ടീമിന് ഒന്നടങ്കം ഒരുമിച്ച് പ്രയത്നിച്ചിട്ട് ലഭിച്ചതാണ്. കാര്യം ഫീൽഡിങ്ങിലൂടെ ബൗണ്ടറി സേവ് ചെയ്തു, മികച്ച ക്യാച്ചുകൾ എടുത്തും ഫീൽഡിംഗ് സൈഡ് പെർഫെക്റ്റ് ആക്കി. അതുപോലെ കളിയുടെ നിർണായക ഘട്ടങ്ങളിൽ വിക്കറ്റുകൾ വീഴ്ത്തി ബൗളർമാരും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. എടുത്തു പറയേണ്ടത് ബുംറയുടെ ബൗളിംഗ് ആണ്. കാര്യം തുടക്കത്തിൽ തന്നെ വിക്കറ്റ് വീഴ്ത്തുകയും 15 ഓവറിന് ശേഷമുള്ള നിർണായക ഓവറുകളിൽ റൺസ് വിട്ടുകൊടുക്കാതെ വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തത് മികച്ച വഴിത്തിരിവായി. ഒരു ഘട്ടത്തിൽ സൗത്ത് ആഫ്രിക്ക അനായാസമായി ജയിക്കും എന്ന് വിചാരിച്ച ഘട്ടം ഉണ്ടായിരുന്നു. ഹെൻറിച്ച് ക്ലാസൻ്റെ മികച്ച ഷോട്ടുകളായ സിക്സറുകൾ കണ്ടപ്പോൾ കളി ഇന്ത്യക്ക് അനുകൂലമല്ല എന്ന് തോന്നിയ വേളയിലാണ് ഹർദിക് പാണ്ഡ്യയുടെ മികച്ച ബൗളിങ്ങിലൂടെ ക്ലാസനെ പുറത്താക്കിയത്. അതുപോലെ തന്നെ അർഷ്ദീപ് സിംഗിൻ്റെ മികച്ച ബൗളിങ്ങും എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ ടീം ഇന്ത്യ ഒറ്റക്കെട്ടായി T20 2024 വേൾഡ് കപ്പ് സ്വന്തമാക്കി. ഇന്ത്യ ഇതുവരെ 2 T20 വേൾഡ് കപ്പും 2 വൺ ഡേ ഇൻ്റർനാഷണൽ വേൾഡ് കപ്പും സ്വന്തമാക്കിയിട്ടുണ്ട് നിലവിൽ.